നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. കരിമണൽ ഖനനത്തിന് സ്വകാര്യ മേഖലയ്ക്ക് അനുമതി നൽകേണ്ടെന്ന സംസ്ഥാന സർക്കാർ നയത്തിനെതിരെ സുപ്രീം കോടതി. ഖനന മേഖല ഏറ്റെടുക്കാൻ അതിർത്തി നിർണയിച്ച വിജ്ഞാപനമിറക്കാത്തതിന് സർക്കാരിനെ കോടതി വിമർശിച്ചു. കേസിൽ അന്തിമ നിലപാട് നാളെ എടുക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ദില്ലിയിൽ നിന്ന്. ഉണ്ണി, എന്താണ് ഈ സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ വിശദാംശങ്ങൾ? പ്രകാശ്, കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഇതുവരെയും സ്വീകരിച്ച നടപടികളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണങ്ങൾ. സംസ്ഥാന സർക്കാർ നേരത്തെ കരിമണൽ ഖനനം പൊതുമേഖലയിലാക്കുന്നതിനായി ഒരു നയം കൊണ്ടുവരികയായിരുന്നു. അതിനു മുമ്പ് തന്നെ വലിയ വിവാദങ്ങളെ തുടർന്ന് പരിസ്ഥിതി പ്രത്യാഘാത പ്രശ്നങ്ങളും മറ്റും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേരള റെയർ എർത്ത് ലിമിറ്റഡ് എന്ന സംയുക്ത സംരംഭ പദ്ധതിക്കുള്ള ഖനനാനുമതി സംസ്ഥാന സർക്കാർ 2006 ഉപേക്ഷിച്ചിരുന്നത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി നേരത്തെ കമ്പനിക്ക് അനുകൂലമായ വിധിയാണ് പ്രസ്താവിച്ചിരുന്നത്. ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നത്. ഇന്ന് കേസ് പരിഗണനയ്ക്കെത്തിയപ്പോൾ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയത് കരിമണൽ ഖനനത്തിൽ നിന്നും സ്വകാര്യ മേഖലയെ മാറ്റുന്നതിനായി നയം രൂപീകരിക്കുന്നതിന് സംസ്ഥാനത്തിന് പൂർണ്ണമായും അധികാരമുണ്ട് എന്നുള്ളതാണ്. ഭൂമിയുടെയും ധാതുക്കളുടെയും അവകാശം സംസ്ഥാന സർക്കാരിനായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നയരൂപീകരിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല എന്നും സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മോഹൻ പരാശരൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇതിനെ പൂർണ്ണമായും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ സ്വകാര്യ മേഖലയിലുള്ള കമ്പനികൾക്കും ഖനനം അനുവദിക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കേന്ദ്രത്തിന്റെ നയം നിലനിൽക്കുമ്പോൾ സംസ്ഥാനത്തിന് മാത്രമായി എങ്ങനെ ഒരു പ്രത്യേക നയം കൊണ്ടുവരാനാകുമെന്നാണ് കോടതി ചോദിച്ചത്. ഇത് ഖനനം വിഷയങ്ങൾ രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ഇനി ഖനനം അത് പൊതുമേഖലയിൽ മാത്രമായി പരിമിതപ്പെടുത്തണമെങ്കിൽ ധാതു ഖനി നിയമത്തിലെ 17ാമത്തെ വകുപ്പിന് കീഴിലുള്ള വ്യവസ്ഥകളാണ് സംസ്ഥാന സർക്കാർ പാലിക്കേണ്ടിയിരുന്നത്. ഇതുപ്രകാരം ഖനനം സ്വകാര്യ മേഖലയ്ക്ക് വിലക്കുന്ന മേഖലകൾ അത് കൃത്യമായി നിശ്ചയിച്ചുകൊണ്ട് അതിന്റെ അതിർത്തി വ്യക്തമാക്കിക്കൊണ്ടുള്ള ഗസറ്റ് വിജ്ഞാപനം സംസ്ഥാന സർക്കാർ ഇറക്കണമായിരുന്നുവെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഏതായാലും ഇന്നത്തെ കോടതി നടപടികൾക്ക് ശേഷം നാളെ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇക്കാര്യത്തിൽ തുടർ നടപടികൾ അറിയിക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നതിനായി മാറ്റിയിരിക്കുകയാണ്. നാളെ കോടതിയിൽ സംസ്ഥാന സർക്കാർ വ്യക്തമായ വിശദീകരണം നൽകുന്നില്ല എങ്കിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തിരിച്ചടിയാകുന്ന തീരുമാനമായിരിക്കും കോടതിയിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത്. ഉണ്ണി, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഖനനാനുമതി റദ്ദാക്കുമ്പോൾ ഈ കേന്ദ്ര നയത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലേ? കേന്ദ്ര നയം വ്യക്തമാക്കുന്ന രീതിയിൽ കേന്ദ്രത്തിൻ്റെ അനുമതിയോടുകൂടി ഏതെല്ലാം പ്രദേശങ്ങൾ പൊതുമേഖലയ്ക്ക് ഖനനത്തിനായി മാറ്റിയിടണം എന്ന രീതിയിൽ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഖനനാനുമതി റദ്ദാക്കാനും ആ പ്രദേശത്ത് സംസ്ഥാന സർക്കാരിൻ്റെ നയത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാനും കഴിയൂ എന്ന കാര്യം സംസ്ഥാന സർക്കാരിന് അറിവുണ്ടായിരുന്നില്ലേ? പ്രകാശ്, അതുതന്നെയാണ് സുപ്രീം കോടതി ഇന്ന് ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയവും. കാരണം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഖനനം അത് സ്വകാര്യ മേഖലയ്ക്ക് ഒഴിവാക്കി പൊതുമേഖലയിൽ മാത്രം പരിമിതപ്പെടുത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ മാത്രമേ സർക്കാരിന്റെ അധികാരങ്ങൾ വെച്ച് കഴിയുകയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാതിരുന്നത് സംസ്ഥാന സർക്കാർ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. ഒരു നയം കൊണ്ടുവരികയും ആ നയത്തിലൂടെ വളരെ അവ്യക്തതയോടുകൂടി ഈ ബീച്ചുകളിൽ മുഴുവനായി ഖനനം നിരോധിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് സർക്കാർ പറയുന്നു. അത്തരത്തിലുള്ള അവ്യക്തതയോടുകൂടി ഈ നയം അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല കേന്ദ്ര നയത്തിൽ കടന്നു കയറുന്നതാണ് സംസ്ഥാനത്തിന്റെ നയം. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ മേഖലയിൽ ഇപ്പോഴത്തെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ കരിമണൽ ഖനനം നിരോധിച്ച സർക്കാരിന്റെ തീരുമാനം അസാധുവാണെന്നാണ് സുപ്രീം കോടതി ഇന്ന് വാക്കാൽ നിരീക്ഷിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ സർക്കാരിന്റെ വിശദീകരണം നാളെ തൃപ്തികരമല്ല എങ്കിൽ അത് വിധിയിലും വന്നേക്കാം. ഇന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞ കാര്യം ഈ ഗസറ്റ് വിജ്ഞാപനം ഇറക്കുന്നതിനുള്ള അധികാരം അത് ഉപയോഗിക്കുന്നതിന് സംസ്ഥാനത്തിന് അനുമതി നൽകണം എന്നുള്ളതാണ്. അത്തരത്തിൽ അനുമതി നൽകിക്കൊണ്ട് ഹർജി തീർപ്പാക്കണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടു. എന്നാൽ ഇന്ന് സ്വകാര്യ കമ്പനിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ 100% നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഖനന മേഖലയിൽ കൊണ്ടുവരാമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതി ഒരിക്കലും സംസ്ഥാനത്തിന് ഈ ഖനനം പൊതുമേഖലയിൽ മാത്രമായി പരിമിതപ്പെടുത്തി ഗസറ്റ് വിജ്ഞാപനം ഇറക്കുന്നതിന് ലഭിക്കുകയില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിന്റെ കോർട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു, കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് എന്ന് വേണം ഈ ഗസറ്റ് വിജ്ഞാപനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ മനസ്സിലാക്കാൻ. പ്രകാശ്, ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ MA ബേബി, ശ്രീ NK പ്രേമചന്ദ്രൻ MP, ആലപ്പുഴ DCC പ്രസിഡന്റ് ശ്രീ ഷുക്കൂർ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ MA ബേബി,
കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രം പ്രത്യേകമായി വിജ്ഞാപനം ചെയ്ത് മാത്രമാണ് കരിമണൽ മേഖല അത് പൊതുമേഖലയ്ക്കായി നീക്കിവെക്കാൻ കഴിയൂ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക മേഖലയായി അത് മാറ്റിയിടാൻ കഴിയൂ. ഇതിങ്ങനെ നിയമത്തിൽ വ്യക്തമാക്കിയിരിക്കെ ഖനനാനുമതി CMRL ഉൾപ്പെടെയുള്ളവർക്ക് റദ്ദാക്കിയ നടപടി അതിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്? അല്ല, ഇതില് സാങ്കേതികമായി സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാവുന്നതാണ്. അത് മുഴുവൻ സൂക്ഷ്മമായ ഒരു പരിശോധനയ്ക്ക് ഞാനിപ്പം ഒരുമ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ള ഗൗരവമുള്ള രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ആലപ്പുഴയിലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വിഷയം ഒരു പ്രത്യേക മേഖലയിൽ വളരെ ഗൗരവമുള്ള ഒരു പാരിസ്ഥിതിക പ്രശ്നമായിട്ട് ഉയർന്നു വന്നത്. നമ്മൾ ഭൂമിയെ മനുഷ്യന്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്യുന്നതിനെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. ആ ചൂഷണം ചെയ്യുക എന്നുള്ള വാക്ക് തന്നെ മാറ്റിവെച്ചുകൊണ്ട് ആധുനികമായ പാരിസ്ഥിതിക തിരിച്ചറിവ്, ഭൂമിയെ മനുഷ്യനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. മനുഷ്യന്റെ ഭാവി ഭൂമിയുടെ പാരിസ്ഥിതിക ഭാവിയുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ട് ഭൂമിയിൽ നിന്ന് ധാതുക്കൾ എടുക്കാമോ, എവിടെ നിന്നെടുക്കാം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഭൂമിയും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ ശാസ്ത്രീയമായി നിർണയിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ കായംകുളം കായലിനും അറബിക്കടലിനും ഇടയിൽ ഒരു തുണ്ട് ഭൂമി പോലെ കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് കരിമണൽ ഖനനം നടത്തിയാൽ അതുണ്ടാക്കാവുന്ന വലിയ പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. കുട്ടനാട് മേഖല സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്ന പ്രദേശമാണ്. ഈ പ്രദേശം മുറിഞ്ഞ് കടല് കുട്ടനാടൻ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടാവാം. സുനാമി പോലുള്ള സംഭവങ്ങൾ സമീപകാലത്ത് ഉണ്ടായതാണ്. അതുപോലുള്ള വെല്ലുവിളികൾ ഉണ്ടായാൽ എന്തായിരിക്കും ഈ പ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യന്റെ ഭാവി? ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ വിവാദ മേഖലയിലുള്ള കരിമണൽ ഖനനം. അതുകൊണ്ടാണ് അത് സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഉൾപ്പെടെ ഈ പ്രത്യേക പ്രദേശത്തെ മണൽ ഖനനത്തിന് വിധേയമാക്കാൻ പാടില്ല എന്ന് പറയുന്നു. പിന്നെ രണ്ടാമത്തെ വിഷയം, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഖനനവുമായി ബന്ധപ്പെട്ട് നിയമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ മാറ്റം സ്വകാര്യ കുത്തകകൾക്ക് ഖനന മേഖലകൾ, വനപ്രദേശം ഉൾപ്പെടെ ധാതു നിക്ഷേപമുള്ള സ്ഥലങ്ങളെല്ലാം സ്വകാര്യ കുത്തകകൾക്ക് പോയി തന്നിഷ്ടപ്രകാരം ഖനനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന വളരെ തെറ്റായ ഒരു നിയമ ഭേദഗതി കേന്ദ്രം കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ സുപ്രീം കോടതിയുടെ തന്നെ മുൻവിധിയുണ്ട്. ഖനന മേഖലയിൽ വനവാസികളുടെ സമ്മതം വാങ്ങണം, ജനസഭയുടെ സമ്മതം വാങ്ങണം. വനവാസികൾക്ക് ഈ ഖനനം നടത്താൻ അനുമതി അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ ഖനനത്തിലൂടെ ലഭിക്കുന്ന സമ്പത്തിന്റെ ഒരു വിഹിതം അവിടുത്തെ ആദിവാസികൾക്ക് നൽകണം തുടങ്ങിയ വ്യവസ്ഥകൾ. അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ധാതു നിക്ഷേപങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് തന്നിഷ്ടപ്രകാരം ഖനനം ചെയ്യാൻ സ്വാതന്ത്ര്യം നൽകുന്ന നിയമ ഭേദഗതി വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ധാതു നിക്ഷേപം ഗവൺമെന്റ് മാത്രമേ ഖനനം ചെയ്യാവൂ എന്ന മൗലിക സമീപനം ഉപേക്ഷിച്ചുകൊണ്ടാണ് കമ്പോള ശക്തികൾക്ക് നമ്മുടെ പ്രകൃതി സമ്പത്ത് മുഴുവൻ തോന്നുംപടി ചൂഷണം ചെയ്യാൻ അനുമതി കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നയം വരുന്നത്. ഇതിനെയും നമുക്ക് എതിർക്കേണ്ടതുണ്ട്. ഈ അടിസ്ഥാന പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ NK പ്രേമചന്ദ്രൻ, ധാതു മണലിൻ്റെ ഉടമസ്ഥാവകാശം അത് സംസ്ഥാന സർക്കാരിനാണ് എന്ന ഒരു നയം, അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഖനനാനുമതി റദ്ദാക്കിയത്. അതേക്കുറിച്ച് എന്തുകൊണ്ട് ഖനനാനുമതി റദ്ദാക്കി എന്ന് കേന്ദ്ര സർക്കാർ വിശദീകരണം ചോദിച്ചിരുന്നു. അതിന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഖനന നയം അത് തീരദേശ മേഖലയിൽ നേരിട്ട് വിദേശ നിക്ഷേപം 100% അനുവദിക്കുന്നതും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി നൽകുന്നതുമാണ്. ആ കേന്ദ്ര നയത്തിലേക്കുള്ള കടന്നുകയറലായിരിക്കില്ലേ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഖനനാനുമതി റദ്ദാക്കിയ നടപടി എന്നാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ നയത്തിന്, അതിനോട് ചേർന്ന് നിൽക്കേണ്ട സംസ്ഥാന നയത്തിന് പകരം
കേന്ദ്ര നയവും സംസ്ഥാന നയവും രണ്ടായി മാറിയിരിക്കുന്നു. അത് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഇതൊരു പ്രത്യേക സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ശ്രീ എം.എ. ബേബി ചൂണ്ടിക്കാണിച്ചതുപോലെ തീരദേശ ജനതയുടെ കേരളത്തിൻ്റെ നിലപാട് അത് സ്ഥാപിച്ചെടുക്കാൻ കഴിയുക? ഇവിടെ ആദ്യത്തെ പ്രശ്നം സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധിന്യായത്തിലെ പരാമർശങ്ങളെ സംബന്ധിച്ചാണ്. ആ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ഞാൻ വായിച്ച് ബോധ്യപ്പെട്ടിട്ടില്ലാത്തതിനാൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികരിക്കുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. കാരണം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1957 ആക്ട്, നേരത്തെ സവ് എം.എ. ബേബി നിമിഷങ്ങൾക്ക് മുമ്പ് പരാമർശിക്കപ്പെട്ട കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഭേദഗതി ചെയ്ത MMDR ആക്ട് അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് ഖനനപ്പാട്ടം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ ആ ആക്ടിന് അനുരോധമായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ചട്ടങ്ങളിലെ വ്യവസ്ഥയനുസരിച്ചും ആക്ട് അനുസരിച്ചും ഖനനപ്പാട്ടം കൊടുക്കാനുള്ള പൂർണ്ണമായ അധികാരം, വിവേചനപരമായ അധികാരം നിക്ഷിപ്തമായിട്ടുള്ളത് സംസ്ഥാന ഗവൺമെന്റുകളിലാണ്. അപ്പോൾ മൈനിങ് ലീസ് എ അല്ലെങ്കിൽ ബി എന്ന ഒരാൾക്ക് കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള വിവേചനാധികാരം സംസ്ഥാന ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഖനനപ്പാട്ടം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നയം രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് രാഷ്ട്രീയമായി അധികാരമുണ്ട്. അതിനാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു ഗവൺമെന്റ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പം നിലവിലുള്ള നിയമത്തിന്റെ അനുരോധമായി രൂപപ്പെട്ട ചട്ടത്തിന്റെയും അടിസ്ഥാനത്തിൽ വിവേചനപരമായ അധികാരം മൈനിങ് കൺസെഷൻ റൂൾസ് അനുസരിച്ച് MCR 1960 മൈനിങ് കൺസെഷൻ റൂൾസിന്റെ ചാപ്റ്റർ 4 ക്ലോസ് 22 അനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റിന് വ്യക്തമായിട്ടുള്ള അധികാരമുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് നയം രൂപീകരിക്കാൻ അധികാരം സംസ്ഥാന ഗവൺമെന്റുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് LDF ഗവൺമെന്റ് ഇരുന്ന സമയത്തും UDF ഗവൺമെന്റ് ഇരുന്ന സമയത്തും കേരളത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് ഈ തീരദേശ മേഖലയിലെ അപൂർവ ധാതുമണൽ ഖനനാവകാശം കൊടുക്കണ്ട എന്ന് നയപരമായ ഒരു തീരുമാനമെടുത്തു. ശരിയാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ നയം 1996 മുതൽ ബീച്ച് ആൻഡ് മിനറൽ പോളിസി അനുസരിച്ച് 1996 മുതൽ അത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാം, വിദേശ മൂലധന ശക്തികൾക്ക് കൊടുക്കാം. ആ നിയമവും നയവും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ സംസ്ഥാനങ്ങൾക്ക് നിക്ഷിപ്തമായിട്ടുള്ള വിവേചനാധികാരം അത് വിനിയോഗിക്കാൻ ഒരു ഫെഡറൽ ജനാധിപത്യ സംവിധാനത്തിൽ തീർച്ചയായിട്ടും സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. മൈനിങ് ലീസ് ആർക്ക് കൊടുക്കണം കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള നയപരമായ നിലപാട് സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് അവകാശമുണ്ട്. ആ അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ട് ഗവൺമെന്റുകളുടെയും സമയത്തുള്ള ഇൻഡസ്ട്രിയൽ പോളിസിയിൽ, മൈനിങ് പോളിസിയിൽ വളരെ വ്യക്തമായി കേരളം അതിന്റെ നിലപാട് വ്യക്തമാക്കിയതും അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ മേഖലയെ മാറ്റി നിർത്തിയിട്ടുള്ളത്. ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ശരിയാണ്. കാരണം ഇതിന് ഇനി പൊതുമേഖലയ്ക്ക് മാത്രമായി നിക്ഷിപ്തപ്പെടുത്തിക്കൊണ്ട് ഖനന മേഖലയെ വേർതിരിച്ച് വിജ്ഞാപനം ഇറക്കണമെന്ന് പറഞ്ഞാൽ ശരിയാണ്. കാരണം അത് നീണ്ടകര മുതൽ ഇപ്പോൾ കായംകുളം പൊഴിവരെയുള്ള സ്ഥലം IREക്കും KMMLനുമായി ഇതിനകം തന്നെ വിജ്ഞാപനം പുറപ്പെടുവിച്ച് പൊതുമേഖലയിൽ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കായംകുളം പൊഴിക്ക് വടക്കോട്ട് ആലപ്പുഴയുടെ തീരപ്രദേശത്തെ ഖനനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സ്വകാര്യ കമ്പനി ഹൈക്കോടതിയിൽ പോയിട്ടുള്ളത്. വേണ്ടി വന്നാൽ അതിന് സംസ്ഥാന ഗവൺമെന്റ് വിജ്ഞാപനം ഇറക്കണം. അത് പൊതുമേഖലയിൽ അല്ലെങ്കിൽ IREക്കോ KMMLനോ ഖനനപ്പാട്ടം നൽകിക്കോ അല്ലെങ്കിൽ അതിനുവേണ്ടി റിസർവ് ചെയ്തതായിട്ടുള്ള വിജ്ഞാപനം ഇറക്കണം. ശരിയാണ്, മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആക്ട് അനുസരിച്ച് ഇവിടെ സെക്ഷൻ 17A അനുസരിച്ച് വിജ്ഞാപനം പുറപ്പെടുവിക്കണം. വേണമെങ്കിൽ റിസർവ് ചെയ്യാം സംസ്ഥാന ഗവൺമെന്റ്. അങ്ങനെ റിസർവ് ചെയ്യാൻ വിജ്ഞാപനത്തിലൂടെ ഗവൺമെന്റിൽ നിക്ഷിപ്തമാക്കാൻ അവകാശമുണ്ട് എന്നിരിക്കെ അത് ചെയ്തില്ല എന്ന പേരിൽ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കണമെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, സുപ്രീം കോടതി സാങ്കേതികത്വങ്ങളിൽ ഊന്നി നിൽക്കാതെ ഒരു ഫെഡറൽ ജനാധിപത്യ സംവിധാനം എന്ന നിലയിൽ കേന്ദ്ര നയത്തിന് വിരുദ്ധമായി എത്രയോ നയങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്. വിദ്യാഭ്യാസ ഉണ്ണികൃഷ്ണൻ, ബീച്ചിൽ മുഴുവനായി ഖനനം പാടില്ല എന്ന് വ്യക്തതയില്ലാത്ത ഒരു നയമാണ് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്, നിലനിൽക്കില്ല. ധാതുഖനന നിയമത്തിലെ 17A വകുപ്പ് അനുസരിച്ച് അതിർത്തി നിർണ്ണയിച്ച് ഗസറ്റ് വിജ്ഞാപനം ഇറക്കണം. അങ്ങനെ ഗസറ്റ് വിജ്ഞാപനം ഇറക്കണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. ഇതെല്ലാം പറയുമ്പോൾ തന്നെ ഉണ്ണി ആദ്യം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിന് വിരുദ്ധമായ ഒരു നയം അത് സംസ്ഥാന സർക്കാരിന് പുറപ്പെടുവിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണല്ലോ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ശ്രീ NK പ്രേമചന്ദ്രനും ശ്രീ MA ബേബിയും ചൂണ്ടിക്കാണിക്കുന്നു, ഖനന നിയമത്തിൽ ഭേദഗതി വരുത്തിയ ശേഷവും സംസ്ഥാന സർക്കാരുകൾക്കുള്ള പ്രത്യേക അവകാശങ്ങൾ അത് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിലനിൽക്കുന്നു എങ്കിൽ എന്തുകൊണ്ട് സുപ്രീം കോടതി ഈ ഒരു സംശയം ഉന്നയിക്കണം, ഈ ഒരു ചോദ്യം ഉന്നയിക്കണം?
പ്രകാശ്, ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും ഒരു മേഖല സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സ്ഥാപനത്തിന് മാത്രമായി ഖനനത്തിനായി പരിമിതപ്പെടുത്തണമെങ്കിൽ ഈ ധാതു ഖനി നിയമത്തിലെ 17ാമത്തെ വകുപ്പിന് കീഴിലുള്ള ഉപവകുപ്പുകൾ പ്രകാരമുള്ള വ്യവസ്ഥകളാണ് ബാധകമാകുന്നത്. സുപ്രീം കോടതിയും ഇക്കാര്യം തന്നെയാണ് ജസ്റ്റിസ് ടി എസ് ഠാക്കൂറിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് സംസ്ഥാന സർക്കാരിന് മുമ്പാകെ വെച്ചത്. 17ാം വ്യവസ്ഥയിലെ ഉപവകുപ്പുകൾ പ്രകാരം സംസ്ഥാന സർക്കാരിന് കേന്ദ്രവുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ അത്തരത്തിൽ ഒരു മേഖല പരിമിതപ്പെടുത്തിക്കൊണ്ട് ഗസറ്റിൽ അതിന്റെ അതിർത്തികൾ നിർണ്ണയിച്ചു കൊണ്ടുള്ള വിജ്ഞാപനം ഇറക്കാൻ സാധിക്കുകയുള്ളൂ. സുപ്രീം കോടതി ആവർത്തിച്ച് തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതെന്നാണ് ചോദിച്ചത്. സംസ്ഥാനത്തിന് പരിമിതമായ അളവിൽ സംസ്ഥാനത്തിന്റെ സ്വന്തം അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനുള്ള അവസരമുണ്ട്. എന്നിട്ട് കൂടിയും ആ അവസരം ഈ കേസിൽ എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിയില്ല എന്നാണ് കോടതി ചോദിച്ചത്. പ്രേമചന്ദ്രൻ, അതാണ് കാര്യം. വിജ്ഞാപനം ഇറക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി നിർബന്ധമാണെന്നും ഖനന മേഖലയിൽ 100% വിദേശ നിക്ഷേപം അനുവദിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നയമെന്നും അതുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്കായി കരിമണൽ ഖനനം പരിമിതപ്പെടുത്താൻ കേന്ദ്രം കൂട്ടുനിൽക്കില്ലെന്നുമാണ് CMRLന്റെ വാദം ഇന്ന് സുപ്രീം കോടതിയിൽ വന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഖനനാനുമതി നൽകാൻ ആവശ്യപ്പെടുമ്പോൾ സംസ്ഥാനത്തിന് അത് നിഷേധിക്കാനാകില്ല എന്നും CMRLന്റെ പ്രതിനിധി സുപ്രീം കോടതിയിൽ ഉന്നയിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അനുമതി റദ്ദാക്കുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ. ആലപ്പുഴ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഖനനാനുമതി റദ്ദാക്കുമ്പോൾ ആ പ്രദേശം സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേകമായ വേർതിരിച്ച് മാറ്റി നിർത്താനുള്ള കേന്ദ്രത്തിൻ്റെ അനുമതിയോടുകൂടിയുള്ള ഗസറ്റ് വിജ്ഞാപനം അത് പുറപ്പെടുവിക്കാതിരുന്നത് വഴി അത് സ്വകാര്യ കമ്പനിക്ക് സഹായകമായ ഒരു അവസ്ഥയിലേക്കല്ലേ ഇപ്പോൾ കോടതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്? അല്ല, കോടതിയിൽ എത്തിച്ചേർന്നിരുന്നെങ്കിൽ കോടതിയുടെ വിധിന്യായത്തെ സംബന്ധിച്ചുമൊക്കെ നമുക്കറിയാം. ഇന്ന് താല്പര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത്. ഏത് കോടതിയിലും ഏത് കാര്യവും സാധിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് കോടതികളിൽ നിന്നുണ്ടാകുന്ന ജഡ്ജ്മെന്റിന് അനുരോധമായി ഉണ്ടാകുന്ന നിരീക്ഷണങ്ങളും ഒക്കെ പരിശോധിച്ചാൽ അത് മുഴുവൻ ശരിയാണ് എന്ന് ഒരിക്കലും സമർത്ഥിക്കാൻ കഴിയില്ല. അവസാനം അത് അംഗീകരിക്കേണ്ടതായി വരുന്നുവെങ്കിൽ പോലും അതൊന്നും ശരിയല്ല. ഞാൻ വളരെ സ്പെസിഫിക്കായി വീണ്ടും പറയുന്നു, സംസ്ഥാന ഗവൺമെന്റിൽ നിക്ഷിപ്തമായിട്ടുള്ള വിവേചനാധികാരമാണ് ഖനനപ്പാട്ടം കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ഒരു കാര്യം ഞാൻ അതേസമയം തന്നെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വേർതിരിച്ച് അല്ലെങ്കിൽ വ്യതിരിക്തമായിട്ട് തന്നെ പറയാം. ഇത് ശരിയാണ്. ഇപ്പോൾ ആലപ്പുഴ തീരപ്രദേശം ഖനനത്തിന് കൊടുക്കാൻ ഗവൺമെന്റ് അല്ലെങ്കിൽ പൊതുമേഖലയ്ക്ക് നിക്ഷിപ്തപ്പെടുത്താൻ ഗവൺമെന്റ് ആഗ്രഹമുണ്ടെങ്കിൽ നിക്ഷിപ്തപ്പെടുത്താം. അത് കേന്ദ്ര ഗവൺമെന്റുമായി ആലോചിച്ചുകൊണ്ട് ഖനനപ്പാട്ടത്തിന് കൊടുക്കാം. പക്ഷേ ആലപ്പുഴയുടെ തീരമേഖല ഖനനത്തിന് അനുയോജ്യമല്ല എന്നും അവിടെ ഖനനം നടത്തുന്നത് പാരിസ്ഥിതികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള പൊതുനയത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഖനന മേഖലയായി കൊടുക്കാൻ പോലും ഗവൺമെന്റിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് പൊതുമേഖലയ്ക്ക് വേണ്ടി നിക്ഷിപ്തപ്പെടുത്തണം? അവിടെയാണ് പ്രശ്നം. അപ്പോൾ ആലപ്പുഴ തീരപ്രദേശത്ത് ഖനനത്തിന് പറ്റിയതല്ല എന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പൊതു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ മേഖല ഞങ്ങൾ ആവശ്യപ്പെട്ടു. IREയും ഞങ്ങളെന്ന് ഞാൻ സൂചിപ്പിച്ചത് IREയും KMMLും ആലപ്പുഴ തീരപ്രദേശത്ത് ഖനനത്തിന് വേണ്ടി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും അവിടെ ഉയർന്നു വന്ന ബഹുജന പ്രക്ഷോഭത്തെ തുടർന്ന് അത് ഖനനം വലിയ പ്രശ്നമുണ്ടാക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട എന്ന് വെച്ചു ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്. രണ്ട് ഗവൺമെന്റുകളും മാറി മാറി വന്ന ഗവൺമെന്റുകളും. അവിടെയാണ് ഞാൻ പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു ശ്രേയമില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. വ്യക്തമാണ്, താങ്കൾ പറഞ്ഞു വ്യക്തമാണ്. ശ്രീ ഷുക്കൂർ, ഇപ്പോൾ ആലപ്പുഴ മേഖലയുടെ കാര്യത്തിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരിക. കാരണം ആ ഭാഗം അത് പ്രത്യേകമായി ഇപ്പോൾ പൊതുമേഖലയ്ക്ക് കൊടുക്കേണ്ടതില്ല, പക്ഷേ അത് ഖനനത്തിന് തന്നെ കൊടുക്കേണ്ടതില്ല എന്ന രീതിയിൽ മാറ്റിവെക്കുക, അതിനുവേണ്ടി അങ്ങനെ മാറ്റിവെച്ച സ്ഥലമെന്ന് കേന്ദ്രത്തിൻ്റെ അനുമതിയോടുകൂടി വിജ്ഞാപനം നടത്തുക. അങ്ങനെ വിജ്ഞാപനം ചെയ്തിട്ടില്ല. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഈ കാര്യത്തിൽ ഇടപെടുന്നത്. എങ്ങനെ നിങ്ങൾ മാറ്റി നിർത്തപ്പെടും? നാളെ ഈ കേസിൽ ഒരു നിർണായകമായ വിധി വരാൻ പോവുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ സർക്കാർ ചെയ്യണം? വീണ്ടും ഈ സ്വകാര്യ കമ്പനിക്ക് കരിമണൽ ഖനനത്തിന് അനുമതി നൽകുന്നതിലേക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണല്ലോ, അതിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല. അങ്ങനെ നീങ്ങാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുമോ? ഏതായാലും ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്ത് കരിമണൽ സാധ്യത ഏറെ ഉള്ള സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഖനനാനുമതി കൊടുക്കാൻ പാടില്ല എന്നത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ പൊതു താല്പര്യം. മറ്റു ഒന്നും ഉണ്ടായിട്ടല്ല. പാരിസ്ഥിതികമായ പ്രശ്നം ഒരു വലിയ സമൂഹം ജനതയെ അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോവുകയും നേരത്തെ ഇവിടെ ശ്രീ പ്രേമചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരനുഭവം. ഈ പ്രദേശം പിന്നെ കാണില്ല. കായലും കടലുമായി ഏകദേശം വരമ്പ് എന്ന് പറയാവുന്ന
50 മീറ്റർ വീതിയുള്ള ഭാഗത്താണ് ഈ മത്സ്യത്തൊഴിലാളികളായ പാവങ്ങൾ അവരുടെ ഉപജീവനത്തിന്റെ മാർഗമായി അവിടെ അധിവസിക്കുന്നത്. ആ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ മേഖലകളിലായി ഇങ്ങനെ താമസിച്ചു വരുന്നത്. ആ പ്രദേശത്ത് സ്വകാര്യ മേഖലയിലോ അല്ലെങ്കിൽ പൊതുമേഖലയിലോ ഖനനാനുമതി കൊടുക്കാൻ സർക്കാർ താല്പര്യമില്ല എന്നുള്ളത് സർക്കാരിന്റെ അവകാശങ്ങൾ, സർക്കാരിന് നിയമപരമായി ലഭിച്ചിട്ടുള്ള അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും അതിന് തയ്യാറല്ല എന്ന് സർക്കാരിന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ഇപ്പോൾ പൊതുമേഖലയ്ക്കാകട്ടെ സ്വകാര്യ മേഖലയ്ക്കാകട്ടെ അതിന് ഖനനാനുമതി നൽകാൻ ഒരു പ്രദേശം അനുവദിക്കുന്നതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, പൊതുമേഖലയ്ക്ക് പോലും ഖനനാനുമതി നൽകാത്ത അല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി നൽകാത്ത ഒരു പ്രദേശം അത് സംരക്ഷിതമായി മാറ്റിയിടുകയാണെങ്കിൽ അതിനും വിജ്ഞാപനം വേണമല്ലോ. അപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല. മാത്രമല്ല, ഈ കരിമണൽ ഖനന ലോബിയുടെ ഒരു സ്വാധീനം, അവർ അതിനുവേണ്ടി നടത്തുന്ന പ്രവർത്തനം അത് വർഷങ്ങളായി താങ്കൾക്കും കൂടി ബോധ്യമുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ പൊതുവിൽ വികസനവുമായി സുപ്രീം കോടതി ഇതിനെ ചേർത്ത് വായിക്കുന്നു. സ്വകാര്യ മേഖലയ്ക്ക് ഒരു സംസ്ഥാനം ഖനനാനുമതി നൽകേണ്ടതില്ല എന്ന് വിചാരിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ പാത പിന്തുടർന്നാൽ എങ്ങനെ ഖനനം നടക്കും എന്ന ചോദ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് സ്വകാര്യ മേഖലയ്ക്കോ അല്ലെങ്കിൽ പൊതുമേഖലയ്ക്കോ നൽകേണ്ടതില്ല, സംരക്ഷിക്കണമെങ്കിൽ ആ രീതിയിലുള്ള മുൻകരുതൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടിയിരുന്നില്ലേ? അത് സ്വീകരിക്കാത്തത് നാളെ ഒരു തിരിച്ചടിയായി മാറുമോ? ഇക്കാര്യത്തിൽ ഒരു കാര്യം, ഇനിയിപ്പോൾ സുപ്രീം കോടതി അങ്ങനെ നിഷ്കർഷിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരു വിജ്ഞാപനം ഇറക്കാമെന്നെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് കോടതി മുമ്പാകെ സമ്മതിച്ചുകൊണ്ട് തൽക്കാലം രക്ഷ നേടുക എന്നുള്ളതാണ് പ്രായോഗികമായിട്ടുള്ള മാർഗം. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു മേഖലയിൽ ഖനനത്തിന് അനുയോജ്യമല്ല എന്ന് സർക്കാരിന് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഖനനത്തിനെ കൊടുക്കുന്നില്ല. അത് പൊതുമേഖലയ്ക്കും കാരണം പൊതുമേഖലയ്ക്ക് ഖനനത്തിന് കൊടുക്കുക. തോട്ടപ്പള്ളി കായലിൽ അടിഞ്ഞുകൂടിയ, അതായത് സ്പിൽവേക്ക് അകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള കരിമണൽ എടുക്കുന്നതിന് വന്നപ്പോൾ തന്നെ ശക്തമായ പ്രതിഷേധവും സമരവും ഉയർന്നു വന്ന പ്രദേശമാണ് ആലപ്പുഴ പ്രദേശം. അപ്പോൾ ആ സ്ഥലത്താണ് ഡ്രഗ് മൈനിങ് നടത്താൻ വേണ്ടിയിട്ട് തീരപ്രദേശത്ത് പോകും. നേരത്തെ ഷുക്കൂർ സൂചിപ്പിച്ച പോലെ 50 മീറ്റർ. അപ്പോൾ അവിടെ പൊതുമേഖലയ്ക്ക് വേണ്ടി ഖനനപ്പാട്ടം കൊടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം മതി വിജ്ഞാപനം ചെയ്ത് പ്രസ്തുത ഏരിയ പൊതുമേഖലയ്ക്ക് വേണ്ടി റിസർവ് ചെയ്യുക. ഇപ്പം നീണ്ടകര മുതൽ അഴീക്കൽ വരെയുള്ള പ്രദേശങ്ങളെ 8 ബ്ലോക്കുകളായി തിരിച്ച് 4 ബ്ലോക്ക് KMML-നും 4 ബ്ലോക്ക് IRE-ക്കുമായി റിസർവ് ചെയ്തു. മൈനിങ് ലീസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ സ്വകാര്യ മേഖലയ്ക്ക് മൈനിങ് ലീസ് ആവശ്യമില്ല. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിവാദവും തർക്കവും ഉയരുന്ന ആലപ്പുഴ മേഖലയിലാണ്. അവിടെയാണ് ഈ സ്വകാര്യ ലോബി സ്ഥലം സ്വന്തമാക്കിയിരിക്കുന്ന, ആധാരം ചെയ്ത് പലരുടെയും സ്വകാര്യ വ്യക്തികളുടെ അടക്കം സ്ഥലം വാങ്ങിയിരിക്കുന്നത്. ആ പ്രദേശത്ത് ഇത് തടയണം എന്ന ഇത്രയധികം വിവാദമുണ്ടായി. VM സുധീരൻ ഉൾപ്പെടെ പലരും അക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തി. അങ്ങനെയാണെങ്കിൽ അതിനൊരു മുന്നൊരുക്കം എന്ന രീതിയിൽ അവിടെ അത് മാറ്റിയിട്ടിരിക്കുകയാണ് സംരക്ഷിതമായി എന്ന രീതിയിൽ കേന്ദ്രത്തിന്റെ കൂടി അനുമതിയോടുകൂടി വിജ്ഞാപനം ചെയ്യാമായിരുന്നില്ലേ? അല്ല, കേന്ദ്രത്തിന്റെ അനുമതിയോടുകൂടി വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടത് ഏതേത് പ്രദേശങ്ങൾ മൈനിങ്ങിന് വേണ്ടി കൊടുക്കണം, മൈനിങ് ലീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പൊതുമേഖലയ്ക്ക് മൈനിങ് ലീസ് കൊടുക്കണമെങ്കിലും സ്വകാര്യ മേഖലയ്ക്ക് മൈനിങ് ലീസ് കൊടുക്കണമെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി അറിവോടുകൂടി സംസ്ഥാന ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കണം. നീണ്ടകര മുതൽ അഴീക്കൽ വരെയുള്ള പ്രദേശം 22 കിലോമീറ്റർ ദൈർഘ്യമുള്ള പ്രദേശം 8 ബ്ലോക്കുകളായി തിരിച്ച് അങ്ങനെ റിസർവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മൈനിങ് നടക്കാൻ സാധ്യതയില്ലാത്ത, മൈനിങ്ങിന് കൊടുക്കാൻ ഗവൺമെന്റ് ഉദ്ദേശമില്ലാത്ത ഒരു സ്ഥലം മൈനിങ് ലീസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യണം എന്ന് പറയുന്നത് യുക്തിരഹിതമായിട്ടുള്ള വാദമാണ്. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് ആ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇനി സുപ്രീം കോടതി, കാരണം അന്തിമ വാക്ക് കോടതിയുടേതായതുകൊണ്ട് തന്നെ ഭയക്കണം, അന്തിമ വാക്ക് സുപ്രീം കോടതിയുടേതായതുകൊണ്ട് ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്നത് ആലപ്പുഴ മുതൽ അല്ലെങ്കിൽ കായംകുളം മുതൽ ആലപ്പുഴ വരെയുള്ള തീരപ്രദേശത്ത് ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നമുണ്ടെങ്കിൽ സംരക്ഷിത മേഖലയാക്കാൻ വേണ്ടിയിട്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ കഴിയില്ല. പൊതുമേഖലയ്ക്കായി റിസർവ് ചെയ്യുന്നതിന് വേണ്ടി വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് വളരെ വ്യക്തമാണ് ഒരു വിജ്ഞാപനത്തിന്റെ അഭാവം. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കരിമണൽ ലോബിക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറിമറിയുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. വളരെ നന്ദി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ശ്രീ MA ബേബി, ശ്രീ ഷുക്കൂർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.